ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണം. ഡൽഹിയിൽ ഹോട്ടലിലെ യുവതിയോട് തരൂർ അപമര്യാദയായി പെരുമാറി. 2022 ഒക്ടോബറിലാണ് സംഭവം. സുപ്രീം കോടതി അഭിഭാഷകൻ ജയ് ആനന്ദ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ ജയ് ആനന്ദ് ഹൈദ്രോയി നടത്തിയിരിക്കുന്നത്. 2022 ഡൽഹിയിലൊരു ഹോട്ടലിൽ യുവതിയോട് അപമര്യാദയായി തരൂർ പെരുമാറിയെന്നാണ് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP 2022 ഒക്ടോബർ 11 ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ഒരു സ്ത്രീയോട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും ഒപ്പം തിരുവനന്തപുരത്തെ സിറ്റിംഗ് എംപിയും ഈ തെരഞ്ഞെടുപ്പിലും ജനവിധി തേടുന്ന ശശി തരൂർ വളരെ മോശമായി പെരുമാറിയെന്നത് സംബന്ധിച്ചുള്ള വിവാദമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടുപിടിക്കുന്നത്. ജയ് ആനന്ദ് എന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. 2022 ഒക്ടോബർ മാസത്തിൽ തൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ശശി തരൂര് ഒരു സ്ത്രീയോട് വളരെ മോശമായി പെരുമാറിയെന്നും സ്ത്രീ ഇതിനെ ചോദ്യം ചെയ്ത് പിന്നീട് രംഗത്തെത്തുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കരൺ താപ്പറെ പോലുള്ള ചിലർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം ആളിക്കത്തിക്കാതിരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തിയെന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശശി തരൂരിനും കോൺഗ്രസിനും വലിയ തലവേദനയായി ഈ ഒരു ആരോപണം വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോൾ ഒരു ട്വിറ്ററിലൂടെ എക്സിലൂടെ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ടാണ് ഇത്തരം വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ ഈ അഭിഭാഷകൻ തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല ഈ എക്സിനകത്ത് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ കരൺ താപ്പർ ഈ അഭിഭാഷകന് അയച്ചിരിക്കുന്ന ചില മെസ്സേജുകളിലെ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നാൽ അല്ലെങ്കിൽ ഈ വിഷയം സജീവ ചർച്ചയായി കഴിഞ്ഞാൽ അത് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ഈ മീറ്റു പോലെയുള്ള ഈ ഒരു ആരോപണം അത് ആളിക്കത്താതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന രീതിയിലൊക്കെ വിശദീകരിക്കുന്ന കുറേ മെസ്സേജുകൾ കരൺ താപ്പർ ഈ അഭിഭാഷകന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അഭിഭാഷകൻ എക്സിലൂടെ ഇത്തരത്തിൽ ശശി തരൂരിനെതിരെ ആരോപണവും ഗൗതം പറഞ്ഞ പോലെ തന്നെ ഈ ശശി തരൂരിനെതിരെ മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നും ഇത്തരത്തിലൊരു വിവാദ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരു ആരോപണം അത് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു ചർച്ചാ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു അല്ലേ? KP ഇതിനകം തന്നെ ശശി തരൂർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തെത്തുന്നുണ്ട്. BJP ചൂണ്ടിക്കാണിക്കുന്നത് ശശി തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് നടന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു സ്ത്രീ വിഷയം, പ്രത്യേകിച്ചൊരു സ്ത്രീയെ പരസ്യമായി മോശമായി പെരുമാറി എന്നത് സംബന്ധിച്ചുള്ള ആരോപണം ഉയർന്നു വരുന്നത്. അതിനാൽ ഈ വിഷയത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ശശി തരൂരും നിലപാട് വ്യക്തമാക്കണം എന്ന് BJP ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിനെ സംബന്ധിച്ച് ഇത്തരം വിവാദങ്ങൾ ഇതാദ്യമല്ല. കാരണം 2014 ജനുവരി മാസം 17-ാം തീയതി നമുക്കറിയാം ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ പത്നിയായ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ആ ഒരു ദുരൂഹ മരണത്തിൽ ശശി തരൂർ ഇപ്പോഴും ആരോപണ വിധേയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിന് മുൻപ് സുനന്ദ പുഷ്കർ ആരോപണത്തിൽ മറുപടിയുമായി ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദുഷ്പ്രചാരണമെന്നും യുവതിയോട് മോശമായി പെരുമാറിയെങ്കിൽ അവർ തെളിവുമായി വരട്ടെ എന്നും ശശി തരൂരിന്റെ ആദ്യ പ്രതികരണം ജനം ടിവിക്ക്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2022 ഒരു ഹോട്ടലിൽ വെച്ച് യുവതിയോട് അപമര്യാദയായി അപ്പോൾ തെളിവ് കൊണ്ടുവരാൻ പറയും. ഇതൊക്കെ നിങ്ങൾ മുമ്പേ ചോദിച്ചതാണ്. എപ്പോഴും പറഞ്ഞു ഇങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾ 10 ദിവസമല്ലേ ഇലക്ഷൻ വരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ ഇളക്കി വേണ്ടത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. BJP സംഭവിച്ചിട്ടേ ഇല്ല. അഥവാ സംഭവിച്ചതെങ്കിൽ ആരോപണം കൊണ്ടുവന്നിട്ട് സ്ത്രീ വരട്ടെ.